ഇന്ന് ജൂൺ 1 സ്കൂൾ തുറക്കുന്ന ദിവസമാണ്. എല്ലാ പ്രാവശ്യവും സ്കൂൾ തുറക്കുന്ന ദിവസം മഴയൊക്കെ ഉണ്ടാവാറുണ്ട് കേട്ടോ. ഇപ്പം അങ്ങനെ മഴയൊന്നും ഉണ്ടായിട്ടില്ല. ഇന്നലെയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇന്ന് മഴയൊന്നുമില്ല. ചിന്നുട്ടി നീക്കുന്നേ ഉള്ളൂ കേട്ടോ. മണിക്കൂട്ടൻ എണീറ്റിട്ടുണ്ട്. അപ്പോൾ ഇതാ അന്ന് ദോശയാണ് ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ അതുണ്ടാക്കാനുള്ള തയ്യാറെടുപ്പാണ്. മണിക്കൂട്ടൻ എണീറ്റ് വന്നതാ അവൻ തൊട്ടിയിലൊന്ന് കുറച്ച് നേരം അടട്ടെ എന്ന് പറഞ്ഞിട്ട് അതിൽ ചെന്ന് കിടക്കുകയാണ് കേട്ടോ. എന്നിട്ട് വേണം, പല്ലൊന്നും തേച്ചിട്ടില്ല, ഇനി വേണം അതൊക്കെ ചെയ്യാൻ. അപ്പോഴേക്കും ഞാനിതാ കുപ്പികളും പാത്രത്തിൻ്റെ ഒക്കെ മുകളിൽ അടയാളമൊക്കെ ഇട്ട് വെച്ചു, അല്ലെങ്കിൽ അവർക്ക് മാറിപ്പോയാലോ എന്ന് വിചാരിച്ചു. അങ്ങനെ അതൊക്കെ റെഡിയാക്കി വെച്ചു. പിന്നെ ദോശ ഉണ്ടാക്കാൻ തുടങ്ങി കേട്ടോ. ലച്ചുമോൾക്ക് ഇന്ന് ട്യൂഷൻ ഇല്ലാത്ത കാരണം അവളൊന്ന് വൈകിട്ടാണ് എണീച്ചത്. ചേച്ചി അനിയനും കൂടെ നിന്ന് പല്ലിക്കാണ്. ചിന്നുട്ടി എണീറ്റിട്ടില്ല കേട്ടോ. അപ്പോഴേക്കും അമ്മ ദോശ ഉണ്ടാക്കാൻ തുടങ്ങി. ഞാൻ പിന്നെ വേഗം കറി ഉണ്ടാക്കാനും തുടങ്ങി. ഇനി എന്തായാലും വേഗം പോകണ്ടേ. അപ്പോൾ കുട്ടികൾക്കൊക്കെ കറിയൊക്കെ കൊടുക്കണ്ടേ വിചാരിച്ചിട്ട് വേഗം കറിയൊക്കെ ഉണ്ടാക്കാണ് കേട്ടോ ദോശയ്ക്ക്. ഇങ്ങക്കായും പരിപ്പും ഉള്ളി ഇട്ടിട്ടുള്ളൊരു കറിയാണ് കേട്ടോ. തേങ്ങയൊക്കെ വറുത്തരച്ചിട്ട് നല്ല ടേസ്റ്റാണ് ആ കറി. അപ്പോൾ അത് ഉണ്ടാക്കി. അത് കഴിഞ്ഞതാ മണിക്കുട്ടൻ അവൻ്റെ നേരത്തെ കുളിയൊക്കെ കഴിഞ്ഞതാ പല്ലേപ്പും കുളിയൊക്കെ കഴിഞ്ഞ് ചായയൊക്കെ കുടിച്ചിരിക്കുകയാണ്. അപ്പോൾ അവൻ പറഞ്ഞാൽ കുറച്ച് നേരം ഫോണ് കാണട്ടെ എന്ന് പറഞ്ഞിട്ട് ഫോണ് കണ്ടവിടെ ഇരിക്കുകയാണ് കേട്ടോ. അപ്പോഴേക്കാണ് ലച്ചുമോൾ അവളുടെയൊക്കെ റെഡി ആയിട്ട് അവൾ വന്നു. അവളും ചായ കുടിച്ചു. പിന്നെ മണിക്കുട്ടൻ പിന്നെ കുറച്ച് നേരം വണ്ടിയിട്ട് കളിക്കട്ടെ എന്ന് പറഞ്ഞത് വണ്ടിയൊക്കെ എടുത്ത് കളിക്കാൻ കേട്ടോ. അപ്പോഴേക്കും ചിന്നു എണീറ്റ്. അവൾ പിന്നെ എണീറ്റ് കഴിഞ്ഞാൽ പിന്നെ അവളുടെ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് നടക്കും. കുട്ടിൻ്റെ ഇടയിൽ ചെറുതായിട്ടൊന്ന് വാശി പിടിക്കുന്നു കേട്ടോ. അവൾക്ക് മുടി കെട്ടണത് ശരിയാവണില്ല. അവൾ പറഞ്ഞ പോലെ കെട്ടിക്കൊടുക്കാൻ എനിക്കൊരു ചെറിയൊരു ദേഷ്യം കേട്ടോ. അത് മാത്രമല്ല, ഇന്നലെ അവൾക്കൊരു വള വാങ്ങിയപ്പോൾ അതിൻ്റെ കൂടെ ഒരു കമ്മൽ കിട്ടിയിരുന്നു. ആ കമ്മലിട്ടിട്ട് സ്കൂളിലേക്ക് പോകണം അങ്ങനെ കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ലച്ചുമോൾ സ്കൂളിൽ പോയി. അപ്പോഴേക്കും ചിന്നും മണിക്കുട്ടനും റെഡി ആയിട്ട് വന്നു. അപ്പോൾ അവൻ്റെ ബോക്സ് എടുത്തിരുന്നു കേട്ടോ കളിക്കാൻ വേണ്ടിയിട്ട്. കാറ് പോലത്തെ ഇങ്ങനത്തെ ഒരു ബോക്സാണ് കേട്ടോ വാങ്ങിയത്. കാറാണ് തോന്നുന്നു കണ്ടാൽ, പക്ഷെ അത് ബോക്സാണ്. അപ്പോൾ അതിലുള്ള ഐറ്റംസൊക്കെ എടുത്ത് കാണിച്ചു തരാണ് കേട്ടോ. ബാഗൊക്കെ ഇന്നലെ വാങ്ങിയതാണ്. രണ്ടുപേർക്കും ബാഗ് വാങ്ങിയിട്ടുണ്ടായിരുന്നില്ലേ, അത് ഇന്നലെ ഞങ്ങൾ പോയിട്ടാണ് കേട്ടോ വാങ്ങിയത്. അങ്ങനെ ബാഗൊക്കെ സെറ്റാക്കി അതിൽ വണ്ടിക്ക് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് കേട്ടോ. വണ്ടി വരാൻ ഏകദേശം സമയമായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോഴേക്കും മുന്നുള്ള പരിപാടികളാണ് ഇപ്പോൾ ഇത്. അപ്പോൾ മണിക്കുട്ടൻ്റെ ബാഗ് കാണിച്ചപ്പോൾ ചിന്നുവിന് പറഞ്ഞു അന്ന് എൻ്റെ ബാഗും കാണിച്ചു കൊടുക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അവളും വന്നത് ആ ബാഗൊക്കെ കാണിച്ചു തരാണ് കേട്ടോ. അപ്പോൾ കുട്ടികൾക്കൊക്കെ ബാഗൊക്കെ നല്ല ഇഷ്ടമായിട്ടുണ്ട്. അവൾക്ക് ഞാൻ പറഞ്ഞു പൊതുവേ ഒരു പിങ്ക് കളർ ബാഗ് കിട്ടിയില്ല. അപ്പോൾ റോസ് കളറായിട്ട് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു. അവൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു യൂണിക്കോണിൻ്റെ ബാഗ് വേണമെന്നൊക്കെ കേട്ടോ. അപ്പോൾ അതൊക്കെയാണ് വാങ്ങിക്കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ ഇടയിൽ അമ്മ കറി ഉണ്ടാക്കുകയാണ്. എനിക്കും പോകണ്ടേ. അതിൻ്റെ മുന്നേ കറിയൊക്കെ വേഗം ഉണ്ടാക്കുകയാണ് കേട്ടോ. ചക്കക്കൂട്ടാനൊക്കെ ഉണ്ടാക്കുകയാണ്. അപ്പോഴേക്ക് ചിന്നുൻ്റെയും മണിക്കുട്ടൻ്റെയും വണ്ടി വന്നു. അങ്ങനെ അച്ഛമ്മയ്ക്ക് ഉമ്മ കൊടുക്കാൻ ഓടുകയാണ് കേട്ടോ രണ്ടുപേരും. അതൊക്കെ കഴിഞ്ഞ് പോവുകയാണ്. വണ്ടി അപ്പോഴേക്ക് എത്തി, വീടിൻ്റെ പടിക്കലെത്തി. അങ്ങനെ അവർ രണ്ടുപേരും കയറി വണ്ടിയിൽ പോയി. പിന്നെ അതിൻ്റെ പുറകെ ഞാനും പോയി കേട്ടോ സ്കൂളിലേക്ക്. ഞാനും കുറച്ച് നേരം സ്കൂളിലൊക്കെ നിന്നും പ്രവേശനോത്സവം കാണാൻ വേണ്ടിയിട്ട് നിൽക്കുകയായിരുന്നു. പക്ഷേ അത് തുടങ്ങുമ്പോഴേക്കും ഇനിയും കുറച്ചുകൂടെ ടൈം പിടിക്കും. അപ്പോൾ കുട്ടികളൊക്കെ കൊണ്ടുപോകണുള്ളൂ. അപ്പോൾ കുറച്ച് നേരമൊക്കെ അവിടെ നിന്ന് പിന്നെ ഞാൻ വേഗം തിരിച്ചു പോകുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ പ്രവേശനോത്സവ പരിപാടികളൊക്കെ അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ ഞാൻ പോകുന്നു. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക,